ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ? കുഞ്ഞുങ്ങളെ ഹായ്. എൻ്റെ സഹോദരൻ, ഞാൻ ഇന്നലെ ആ ഡേറ്റ് പറഞ്ഞ് വെച്ചിട്ട് മാറിപ്പോയി അല്ലേ. കാരണം വെച്ചാൽ ഞാൻ UK സമയം ഇന്ത്യ സമയം രണ്ടാണല്ലോ. സെക്കൻഡ് സാറ്റർഡേ കാര്യം. എൻ്റെ ദൈവമേ, സെക്കൻഡ് സാറ്റർഡേ ശരിക്കും പറഞ്ഞാൽ ആ ഹോളെല്ലാം ഫുള്ള് നിറഞ്ഞ് തുറക്കാവുന്ന പല ഷട്ടറുകളും തുറന്ന് അതുപോലെ ജനമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം വലിയ സമയം. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഓടി വരവാണ്. പിന്നെ നമ്മുടെ ഓരോ എപ്പിസോഡ് 800 എപ്പിസോഡ് 900 എപ്പിസോഡ് ഓരോ കൊല്ലം പറയും 900 എപ്പിസോഡാണെന്ന് പറഞ്ഞിട്ട് ഓരോ കൊച്ചുങ്ങളായിട്ട് പാരന്റ്സ് വരികയാണ്. 1200 എപ്പിസോഡ്. അപ്പോൾ ഞാനിതെല്ലാം ഓർത്ത് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് കേട്ടോ. എന്തായാലും വലിയ സന്തോഷം. ഒരുപാട് പേര് സാക്ഷ്യങ്ങളൊക്കെ അറിയിച്ച് സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു. വലിയ കരുണയായിരുന്നു കേട്ടോ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് പ്രത്യേകിച്ച് 2 കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനായിട്ടുണ്ട്. ഒന്ന്, നമുക്ക് അഭിഷേകാഗ്നി സിസ്റ്റേഴ്സിന്റെ യുവജനങ്ങൾക്കുള്ള ധ്യാനം അഭിഷേകാഗ്നി, അതായത് നമ്മുടെ വാഴക്കുളത്തുള്ള അഭിഷേക സിസ്റ്റേഴ്സിന്റെ സെന്ററിൽ വെച്ചിട്ട് നടക്കുന്നുണ്ടല്ലോ. ആ ധ്യാനം 26 മുതലുള്ള ധ്യാനം നിങ്ങൾക്കറിയാം. അത് ഓൾറെഡി സീറ്റ് എല്ലാം ഫില്ലായി. ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുക്കാവുന്നതിൽ കൂടുതലാവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഒരു ധ്യാനം കൂടെ വെക്കുകയാണ്. അവധിക്കാലത്ത് 2 ധ്യാനം, 26, 29 അത് ധ്യാനം. അതിനകത്ത് ആർക്കെങ്കിലും ഇങ്ങോട്ട് മാറണമെങ്കിൽ ഇങ്ങോട്ട് മാറുകയും ചെയ്യും വിളിച്ച് പറഞ്ഞിട്ട്. ഇപ്പോൾ ചെയ്യുന്നത് 20-ാം തീയതി മുതലുള്ള ധ്യാനമാണ്. 20, 21, 22, 23. അപ്പോൾ 20 പറഞ്ഞ വെള്ളിയാഴ്ചയാണ്. വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച തീരും. അപ്പോൾ അതുകൊണ്ട് സീറ്റ് കിട്ടാത്തവർ എല്ലാവർക്കും വരാം. പിന്നെ അതേപോലെ തന്നെ ആ ദിവസം വരാൻ പറ്റാത്തവർക്ക് ഇതിലേക്ക് മാറാം. അതുപോലെ തന്നെ പിന്നെ പുതിയതായിട്ട് കൂടെ വരുന്നവർക്ക് ആഗ്രഹിക്കാം. പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യണം. ഇതും പെട്ടെന്ന് സീറ്റ് തരും കേട്ടോ. സിസ്റ്റർമാരത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകം അറിയിക്കുകയാണ് കേട്ടോ. അതിന്റെ കാർഡും കൂടെ ഞാൻ ഇട്ടേക്കാം. പ്രിയപ്പെട്ട സഹോദരികളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ UK വന്നപ്പോഴും കണ്ടു ഒരുപാട് വിവാഹ തടസ്സം. ഒരുപാട് വർഷങ്ങളായി പ്രായം കൂടുതൽ കല്യാണം നടക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊന്ന് ബ്ലസ് ചെയ്യാം. ഈശോ ഇടപെടും. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നിന്റെ കൂടെ പോരുന്നവരെ വെള്ളത്തിലാക്കരുത് എന്നുള്ളതാണ്. വെള്ളം എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിന് 3-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 21:3. ഈശോയുടെ വചനം പഠിപ്പിക്കുകയാണ്. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവര് പറഞ്ഞു, ഈ കൂടെയുള്ള പാർട്ടികൾ, ഞങ്ങൾ നിന്റെ കൂടെ വരുന്നു, ഞങ്ങൾ നിന്നോട് കൂടെ വരുന്നു. എന്നിട്ട് പറയാം, അവർ ചെന്ന വള്ളത്തിൽ കയറി. എന്നാൽ രാത്രി മുഴുവൻ അദ്ദേഹം അവർക്കൊന്നും കിട്ടിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. ഉദാഹരണം, ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരു കുടുംബനാഥനാണെങ്കിൽ, ഒരു ഇടവകയുടെ വികാരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയുടെ ലീഡറാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേതൃത്വത്തിലുള്ളവരൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മളെ വിശ്വസിച്ചിട്ട് ഇറങ്ങി പോരുമല്ലേ. പ്രധാനമന്ത്രി കല്യാണം കഴിച്ച ഒരു ജീവിത പങ്കാളി ഇറങ്ങി പോരുമ്പോൾ കൂടെ വിശ്വസിച്ചിട്ട് ഇറങ്ങി പോരുമല്ലേ. വേറൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങള്, നമ്മളെടുക്കുന്ന ചില നയങ്ങള്, ഇതൊക്കെ ഉണ്ടാക്കുന്ന പാളിച്ചകൾ അല്ലേ. സഭയിൽ തന്നെ ചിന്തിച്ച് നോക്കിയ, ശരിക്കും പറഞ്ഞാല് ഈശോയുടെ അതിനകത്ത് വ്യത്യസ്തമായിട്ട് എത്ര ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായി വന്ന ആ ഗ്രൂപ്പുകളുടെ കൂടെയൊക്കെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതി എന്തായി അല്ലേ. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ കുടുംബാംഗങ്ങൾ അല്ലേ, നിങ്ങൾ കർത്താവിൽ ഒരു വിശ്വാസം ഉറപ്പിച്ചാൽ അത് എന്നിലും ഒരു വിശ്വാസം അർപ്പിച്ചിട്ടല്ലേ ടോക്ക് കേൾക്കുന്നേ അല്ലേ. ചതുക്കുകയല്ലെന്നൊരു വിശ്വാസമല്ലേ അല്ലേ, ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വിശ്വാസമല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. അഥവാ ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അത് ഏത് രീതിയിലൊക്കെ പോകും, നിങ്ങൾക്ക് ഒരു വിശ്വാസത്തിൽ വളർത്തുകയും കൃപയിൽ വളർത്തുകയും ചെയ്യുന്ന, നിങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന രീതിയിൽ വേണം ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ. അതുകൊണ്ട് നമ്മളുടെ കൂടെ പോരുന്നവർ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കുക, നമ്മുടെ കൂടെയൊക്കെ യുവജനങ്ങൾ ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെറുതെ കൊണ്ടുവച്ചാൽ അവരുടെ ജീവിതവും തീർന്നു, നമ്മുടെ ജീവിതവും തീർന്നു. എന്ത് ചോദിക്കുക. അപ്പൊ നമ്മളെ വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ വിശ്വസിക്കുന്നവരെ, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവര്, നീ പറഞ്ഞ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, ജീവൻ കൊടുത്തെന്നൊക്കെ പറഞ്ഞ്, ടക്കെന്നൊക്കെ പറഞ്ഞ പല മോഡേൺ ആക്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ശരിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. പക്ഷെ ഓർക്കണം, നമ്മുടെ കൂടെ വരുന്നവർക്ക് വരെ നമുക്കൊരു ഉത്തരവാദിത്തം എന്നുള്ളത് മറക്കരുത്. കാരണം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഒരു ഡ്രൈവറെ വിശ്വസിച്ചല്ലേ നമ്മൾ വണ്ടിയിൽ കയറണത് അല്ലേ. ദൈവത്തിലാണ് വിശ്വാസം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അയാൾക്കൊരു ഡോക്ടറെ വിശ്വസിച്ച് നമ്മൾ ചെല്ലുമില്ലേ, ശരിയല്ലേ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കണം കേട്ടോ. കൂടെയുണ്ട്, സ്നേഹമുണ്ട് കേട്ടോ. പക്ഷെ പ്രത്യേകം അനുഗ്രഹം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയെ, കർത്താവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഇവർ ഓരോരുത്തരും അനുഗ്രഹിച്ച് ആശീർവദിക്കുമ്പോൾ സകലവിധ പൈശാചിക തിന്മകളും അന്ധകാരശാസ്ത്ര ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും ഇവരിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവരിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവ്, ദൈവത്തിന്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ. കർത്താവ് ദൈവമേ, വാഴക്കുളത്ത് യുവജന ധ്യാനങ്ങൾക്ക് വരാൻ അനേകർക്ക് വഴികൾ തുറന്നു കിട്ടട്ടെ. ഓ കർത്താവായ ദൈവമേ, നാളുകളായിട്ട് പ്രായം കവിഞ്ഞു പ്രായമായിട്ട് വിവാഹം നടക്കാതെ ക്ലേശിക്കുന്നവരുടെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുമ്പോൾ റഫായദൂതന്റെ പ്രത്യേക ഇടപെടൽ പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ കണ്ടുമുട്ടാൻ ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ ആശീർവദിക്കും. നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. വസ്തുവങ്ങളെ, വരുമാനമാനങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു. രോഗികളെ ആശീർവദിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.